ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ടെക് വീഡിയോ. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഗൈസ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ വളരെ സൂപ്പറായിട്ടുള്ള യുണീക്കായിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷൻ ഗൈസ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആ രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. സോ ആവശ്യമുള്ളവർ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ വെബ് ബ്രൗസറാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ബ്രൗസർ ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് യുണീക്കായിട്ട് വളരെ സൂപ്പറായിട്ടാണ് ഇവർ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കുറച്ച് ലാംഗ്വേജസ് ചോദിക്കും. ആ ലാംഗ്വേജ് വെച്ചാണ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് ന്യൂസ് പുഷ് ചെയ്യുന്നത്. ആ ന്യൂസ് തന്നെ പല കാറ്റഗറിയിൽ നമുക്ക് തിരിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. സോ ഇത് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. സോ വളരെ സൂപ്പറായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ആ ഒരു പ്ലേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. സൂപ്പറായിട്ടുള്ള ഒരു വെബ് ബ്രൗസർ തന്നെയാണ്. കാണാൻ മാത്രമല്ല ഇതിൻ്റെ സ്പീഡും വേറെ ലെവൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ അത് മുമ്പായിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് പോയിട്ട് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഫീച്ചർ തന്നിട്ടും കാണിച്ചു തരാം. സോ ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഫീച്ചറാണ് ഈ ഡാർക്ക് മോഡ്. സോ ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഡാർക്ക് മോഡ് വേണം എന്നുള്ളവർ അത് എനേബിൾ ചെയ്തിടാം, വേണ്ടാത്തവർ അത് ഓഫ് ആക്കിയിടാം. സോ അടുത്ത ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന ആഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറാണ് ഗൈസ്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്രോ വെർഷൻ, അതായത് പ്രോ മോഡിലുള്ള ഈ ബ്രൗസറിലാണ് ഈ ഒരു ആഡ് ബ്ലോക്ക് സാധാരണ കാണപ്പെടാറുള്ളത്, ഈ ആഡ് ബ്ലോക്ക് പ്ലസ്. സോ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് ആഡ് ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇത് ചില വെബ്സൈറ്റുകൾ കയറുമ്പോഴത്തേക്ക് ആ ഒരു മാക്സിമം ആഡിന് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വെബ്സൈറ്റ് വളരെ വേഗതയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു ഫീച്ചറാണ് ഗൈസ് ഇത്. സോ ഇത് വളരെയധികം എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ഫീച്ചറാണിത്. അതേപോലെ തന്നെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നോർമലി കാണുന്ന രീതിയിലുള്ള കുറേ ഫീച്ചർ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട രീതിയിലെല്ലാം തന്നെ ഇത് മോഡിഫൈ ചെയ്തെടുക്കാം. സോ കളർ ഉൾപ്പെടെ എല്ലാ ടെക്സ്റ്റ് ഉൾപ്പെടെ എല്ലാം തന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് മോഡിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സാണ് എല്ലാം തന്നെ. ഞാനിപ്പം ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സോങ് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ആ വെബ്സൈറ്റിൻ്റെ സ്പീഡും ആ ഡൗൺലോഡിങ് സ്പീഡും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എൻ്റെ ഇതിൽ പൊതുവേ സ്പീഡ് കുറവാണ്. സോ എനിക്കതാണ് വളരെയധികം ഇമ്പ്രസ് ആയത് ഈ ഒരു ആപ്ലിക്കേഷൻ. സോ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ കാണിച്ചു തരാം. സോ ഇപ്പോൾ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞിട്ട് എനിക്ക് ആ ഇഷ്ടമുള്ള ആ സോങ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ടോപ്പ് ബാറിലും നമ്മുടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലും ഈ ഒരു ഡൗൺലോഡിങ് കാണിക്കുന്നതായിരിക്കും. സോ എൻ്റെ ഏരിയയിൽ സ്പീഡ് തീരെ കുറവാണ്, എന്നിട്ട് പോലും എനിക്ക് നല്ല ഒരു സ്പീഡ് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ തരുന്നുണ്ട്. അത് ആ ഒരു കാര്യത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഹാറ്റ്സ് ഓഫ് തന്നെയാണ്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ ഡൗൺലോഡിങ് UI വളരെ സിമ്പിളായിട്ടുള്ള UI തന്നെയാണ്. സോ ഇതിനോട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മൂത്താണ്. ഏത് വെബ്സൈറ്റിൽ പോയാലും ഈ ആപ്ലിക്കേഷനിൽ ഏത് സെറ്റിങ്സിൽ പോയാലും ഇതിൻ്റെ UI ഉൾപ്പെടെ എല്ലാത്തിനും വളരെയധികം സ്മൂത്താണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ താഴത്തെ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂസ് വായിക്കാൻ സാധിക്കും. നമ്മൾ ആ കൊടുത്ത കാറ്റഗറിക്ക് അനുസരിച്ച് നമുക്ക് ഇവിടെ ന്യൂസ് വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് ആ ന്യൂസ് റീഡ് ചെയ്യാൻ സാധിക്കും. ഇതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് തന്നെ ഇവിടെ ന്യൂസും റീഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോൺ വീഡിയോ കംപ്രസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ ഇവിടെ നിങ്ങൾക്ക് വേറൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഓൾറെഡി ഞാൻ, പാണ്ട വീഡിയോ കംപ്രസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. സോ ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആ ഒരു ആപ്ലിക്കേഷനകത്ത് എനിക്ക് കിട്ടിയ സെയിം ക്ലാരിറ്റി, അതായത് വീഡിയോ കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ സെയിം കിട്ടുന്ന റിസൾട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നത്. വേണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തന്നെ പറയാം. സോ വളരെ സൈസ് കുറവുള്ള ഒരു ആപ്ലിക്കേഷനും സൂപ്പറായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതും കൂടെ ഒരു ആപ്ലിക്കേഷനാണ് ഗൈസ് ഇത്. സോ ഇത് നമ്മൾ നോർമലായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഗാലറി കാണിക്കും. സോ ഇവിടെ നമുക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് ആ വീഡിയോ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ. ആ വീഡിയോയുടെ സൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 66 MB ആണ് വീഡിയോയുടെ സൈസ്. അതേപോലെ തന്നെ റെസൊല്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ 720p ആണ് റെസൊല്യൂഷൻ. എനിക്കിപ്പോൾ ഈ സെയിം റെസൊല്യൂഷൻ തന്നെ എനിക്ക് വീഡിയോ കംപ്രസ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. റെസൊല്യൂഷൻ ചേഞ്ച് ആകാതെ തന്നെ വീഡിയോ കംപ്രസ് ചെയ്ത് കിട്ടും. അപ്പോൾ ക്ലാരിറ്റിയും വേറെ ലെവലായിരിക്കും, പക്ഷേ സൈസ് കുറവായിരിക്കും. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ഇവിടെ ആൾട്ടർനേറ്റീവായിട്ട് തന്നെ കുറേ റെസൊല്യൂഷൻ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട റെസൊല്യൂഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. സോ ഇപ്പോൾ ഞാനാണെങ്കിൽ ആ ഒരു നോർമൽ, അതായത് ഹൈ ക്വാളിറ്റി തന്നെ വീഡിയോ റെസൊല്യൂഷൻ കുറയാതെ തന്നെ കംപ്രസ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഇപ്പോൾ കംപ്രസറിലോട്ട് മാറ്റുക. കംപ്രസ്സായി വന്നതിന് ശേഷം കൂടെ കാണാൻ സാധിക്കും 66 MB ഉള്ള സൈസ് ഇപ്പോൾ എനിക്ക് വെറും 10 MB ആണ്. പക്ഷേ എനിക്ക് റെസൊല്യൂഷൻ ചേഞ്ച് ആയിട്ടില്ല. അതാണ് ഈ ആപ്ലിക്കേഷൻ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. നമുക്ക് റെസൊല്യൂഷൻ ചേഞ്ച് ആകാതെ തന്നെ വേറെ ലെവൽ കംപ്രസ് ചെയ്തിട്ട് നമുക്ക് ക്ലാരിറ്റിയും കിട്ടുന്നതായിരിക്കും സൂപ്പറായി. ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ആവശ്യമുള്ളവർ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. സോ ഇന്നത്തെ ഈ രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. സോ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്.